സോ ഗൈസ് വെൽക്കം ബാക്ക്. നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട് സോറി. എനിവേ നമ്മൾ ലാസ്റ്റ് വീഡിയോ കൊണ്ട് നിർത്തിയത് ക്രേവൻ്റെ ആൾക്കാർ നമ്മളുമായിട്ടുള്ള ഫൈറ്റിൻ്റെ ഒരു അടിപൊളി സീൻ്റെ ഇടയിലാണ്. അതായത് ഇവന്മാർ ഇതൊക്കെ ഇട്ടിട്ട് കപ്പൽ അങ്ങോട്ട് വലിക്കുന്നതിൻ്റെ അവിടെയാണ് വീഡിയോ കൊണ്ട് നിർത്തിയത്. സോ ഇന്നത്തെ വീഡിയോ അതിൻ്റെ ബാക്കിയാണ്. സോ ഇപ്പം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രേവൻ്റെ ആൾക്കാരെല്ലാവരും കൂടി നമ്മളിങ്ങോട്ട് അറ്റാക്ക് ചെയ്യുക. ഇതിനകത്ത് കണ്ട സ്കോർപ്പിയൺ ഉണ്ട്, പിന്നെ ഡി എന്ന് പറഞ്ഞത് വില്ലന്മാരൊക്കെ ഇതിനകത്ത് കുടിയും കിടപ്പുണ്ട്. ഇവന്മാരൊക്കെ റിലീസ് ആകുമ്പോൾ ഇവിടെ മൊത്തത്തിൽ പ്രശ്നമാവും. അപ്പോൾ അതാണ് ഇവിടെ ഉള്ളതിൽ ഏറ്റവും വലിയ ഡിഫിക്കൽറ്റി. ഇതിനകത്ത് കയറിട്ടുണ്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചാൽ അവന്മാർ ഇങ്ങോട്ട് വരാനായിട്ട് ഇട്ട കയറായിരിക്കും. പിന്നെ ഇത് കണ്ടപ്പോഴേ മനസ്സിലായത് കപ്പൽ അങ്ങോട്ട് വലിക്കണം. ഏതല്ലേ കുറേ പേരുണ്ട് നോക്കിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും സംഭവം നടക്കുമ്പോൾ ഓടി വീട്ടിൽ പോകാതെ നിൽക്കുന്ന നോക്കിയത് സ്പൈഡർമാനെ പണി ഉണ്ടാക്കാനായിട്ട് എന്താ പറയാ, കുറെ പൊട്ടന്മാർ ചാവാനായിട്ട് എല്ലായിടത്തും ഉണ്ടാവും. ഇവനെ ഒറ്റയ്ക്ക് പണിയിപ്പിച്ചിട്ട് മറ്റവൻ അകത്തുള്ളവന്മാരെ രക്ഷിക്കാൻ പോകാൻ തോന്നുന്നുണ്ട്. ചാവുന്നവന്മാർ ചാവട്ടണം. ആദ്യം പരിപാടി നിർത്തി അകത്ത് വെള്ളം കമ്പി കഷ്ണം എടുത്ത് മാറ്റാനാണെങ്കിൽ പോലും സ്പൈഡർമാൻ തന്നെ വരണമെന്ന് വെച്ചാൽ ഒരെണ്ണം കഴിഞ്ഞിട്ടുണ്ട്. സിനിമാറ്റിക് ഒരെണ്ണം കളയി ഇവന്മാരിവിടെ രണ്ടെണ്ണം കിട്ടും. ആബ്സല്യൂട്ട് സിനിമ കേട്ടോ. അതായത് സീനും കാര്യങ്ങളൊന്നും പറയാനൊരു രക്ഷയില്ല. അടിപൊളി. കളിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ കളിച്ച് നോക്കണേ. അത്രയ്ക്ക് എക്സ്പീരിയൻസ് കിട്ടുന്നൊരു സാധനമായി. അത് ഇപ്പം എൻ്റെ കയ്യിലില്ല കൺട്രോൾ. അതിനകത്ത് അവർ കാണിക്കാം. മെയിൻ സീനായിട്ട് ഞാൻ കളയുന്നില്ല. കൺട്രോൾ ഇതിപ്പം ഗ്രാഫിക്സും ഒരു രക്ഷയില്ല. നോക്കി സ്പൈഡറിന് പോകണം. അത്ത് കണക്ക് തന്നെ പോകുന്നുണ്ട്. അടിപൊളി. ഇഷ്ടമായി ഒരുപാട് ഇഷ്ടമായി. അങ്ങനെ ഇങ്ങനെ പേടിപ്പിക്കാൻ നോക്കണ്ട. അതിനൊന്നും വീഴുന്നവനല്ല ഞാൻ. ഇതും പോട്ടെ. ഇവിടെയാണ് സംഭവം കാണിക്കുന്നത്. ഇതിപ്പോൾ എന്താക്കാനാ പിടിക്കാനും പിടിക്കാൻ ഒരു ഡ്രൈവ്. ഓക്കെ, അകത്താരോ ഉണ്ട് കേട്ടോ. ഓക്കെ 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 ഇല്ലടാ. ഇപ്പം എന്താക്കണം? മൈൽസ് ആയതുകൊണ്ട് കൊള്ളാം. മറ്റേ പീറ്ററിനാണ് ഇലക്ട്രിക്കൽ പവർ ഒന്നുമില്ല. ഇവന് ഇലക്ട്രിക് പവർ ഉള്ളതുകൊണ്ട് അത് വെച്ച് പൊട്ടിക്കാൻ പറ്റുന്നില്ല. പറ്റിയില്ല. എന്നിട്ട് ഐ തിങ്ക് ഇവൻ്റെ കയ്യിലുള്ള ഇലക്ട്രിസിറ്റി തീർന്നത് കാരണം കറണ്ട് എടുക്കാൻ പോകണം തോന്നുന്നുണ്ട്. ഓക്കെ, അത് ഇലക്ട്രിക്കൽ അസസ് എന്ന് പറഞ്ഞു പോയത്. അതായിരിക്കും കാണാം. സ്കോർപ്പിയണെ മറ്റേ ലീനൊക്കെ പുറത്താ. ഓക്കെ, കിട്ടി. പവർ കിട്ടി കൊടുക്കടാ മോനെ. കിട്ടിയില്ലേ സാധനം? പോയാ വെള്ളത്തിൽ ഇലക്ട്രിസിറ്റി കറിക്കുന്നുണ്ടാ. എൻ്റെ പൊന്നിനകത്തേക്ക് ഇനി മനുഷ്യന്മാർ ഇറങ്ങി കഴിഞ്ഞാൽ മറ്റേ അണ്ണിയൻ്റെ ലെവൽ കിടന്ന് ചാവുന്നതാണെങ്കിൽ ചാവും കേട്ടോ. പെണ്ണ് മരിക്കില്ല. ഓക്കെ, ഈ ഇലക്ട്രിസിറ്റി കൊണ്ടുകഴിഞ്ഞാൽ മനുഷ്യന്മാരൊക്കെ കത്തിപ്പോന്നാ പറയുന്നത്. എത്ര എന്നിട്ട് വന്ന സ്ഥലം എവിടെ ആയിരുന്നു? നോക്കിയ വെള്ളം മൊത്തം ഇലക്ട്രിസിറ്റി കേട്ടോ. നീല കളർ കാണുന്നത് പണ്ഡിതനാണെന്ന് തോന്നുന്നു. അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ? പവറായി ചാർജ്. സ്കോർപ്പിയൻ റിലീസായി. സ്കോർപ്പിയൻ്റെ ബ്ലേഡിൽ ആക്ച്വലി വിഷമുണ്ട്. ചത്ത കഥ ഇവിടെ തീരുകയാണോ? വിഷമുള്ള കാരണം ഇവന് ഇല്ലടാ. സ്പൈഡർമാൻ എടുത്തിട്ട് കത്തിച്ചടാ. സ്കോർപ്പിയൻ റിലീസാകുമ്പോൾ ചെയ്തല്ലോ. ഇനി അങ്ങോട്ട് പരിപാടി വിഷം കയറി. പരിപാടി ഇനി അടിപൊളിയായിരിക്കും. കാരണം സ്കോർപ്പിയൻ റിലീസായി. ഇനിയിപ്പോൾ ക്രേവനുമായിട്ട് അടിപൊളി മാത്രം പോരാ, ഇവന്മാരുമായിട്ടും കൂടി അടിപൊളിയേണ്ടി വരും. ഇത് വിഷം കയറിയിട്ട് അവൻ ഇമാജിനേഷൻ ആവുന്നതാണെന്ന് തോന്നുന്നുണ്ട്. ഇല്ലടാ, അച്ഛൻ്റെ ഇമാജിനേഷനാണ്. ഇവൻ്റെ അച്ഛനെ സ്കോർപ്പിയൺ അല്ലേ, ലീ എന്ന് പറഞ്ഞ വില്ലനും കൂടെ ഉണ്ട് ഈ കപ്പലിനകത്ത്. ലീ ആണ് ഇവൻ്റെ അച്ഛനെ കൊന്നവൻ. അപ്പം അങ്ങനെ ഇവനിപ്പോൾ വിഷം കയറിയപ്പം ഫുള്ള് സർപ്രൈസ് അറ്റാക്ക് ആണല്ലോ. ഇനി ക്രാവൻ്റെ ആൾക്കാർ ഈ സ്കോർപ്പിയനെ ലീനെ പിടിക്കാൻ വന്നതാണ്. അപ്പം യെസ്, ഞാൻ ഓർക്കുന്നു. കുറച്ച് ദിവസമായി കളിച്ചിട്ട് അങ്ങനെ മറന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ അവർ തമ്മിലായിക്കോളും. ഞാനിവിടുന്ന് എങ്ങനെയും ബോധം വന്നു കഴിഞ്ഞാൽ തിരിച്ച് കയറി പോകാനുള്ള പരിപാടി നോക്കാം. വിഷം കയറിയത് കാരണം ഈ രക്ഷിക്കാനായിട്ട് ആരെങ്കിലും വരേണ്ടി വരുമോ? കഥയാ. സ്പൈഡർമാൻ വീടെടുത്ത് എണീക്ക്. ഡോണ്ട് ഗീവ് അപ്പ്. ഇല്ല ബോധമുണ്ട്. കൊടു മൈൽസ് ആയത് കാരണം സൂപ്പർ അടിപൊളി പവർ ഉണ്ട് മൈൽസിൻ്റെ കയ്യിൽ.
പണ്ടര അടിയെ കൊണ്ട് തളർന്നു കിടക്കാണല്ലോ. അതാ വേറെ സൗണ്ട് വെക്കുന്നുണ്ട്, വേറെ ആൾക്കാരെ ട്രാപ്പായി കിടക്കുന്നുണ്ട്. ഇത് എത്ര പേരെ രക്ഷിക്കണം ഞാനിപ്പോൾ, എനിക്ക് വയ്യ. ലീ ആക്ച്വലി ഇവനാണ് ലീക്ക് അടിപൊളി ശക്തി ഉണ്ടല്ലോ, പിന്നെ എല്ലാം നമുക്ക് രക്ഷപ്പെട്ടൂടെ. ഇനി സഹായിക്കാനൊക്കെ ആൾ വരണോ? വില്ലന്മാർ ഇല്ല. സ്പൈഡർമാൻ നോക്കി നിൽക്കുക കേട്ടോ. ഐ ഡോണ്ട് തിങ്ക് ഈസ് ഗോയിങ് ടു ഹെൽപ്പ്. കാരണം ലീയുടെ അച്ഛനെ കൊന്ന നമ്മളെ സ്പൈഡർമാൻ്റെ അച്ഛനെ കൊന്നവനാണ്. എന്താണ് സംഭവം? തോറുണ്ടോ ഇതിനകത്ത്? തോറിൻ്റെ ശക്തിയാണോ കാണിക്കുന്നത്? ഇല്ലടാ. പക്ഷെ ക്രാവൻ്റെ ആൾക്കാർ ഇടുമ്പോൾ സ്പൈഡർമാൻ്റെ പ്രശ്നം വരില്ലല്ലോ. പൊട്ടിത്തെറിച്ച് ബ്ലാസ്റ്റിൽ സ്പൈഡർമാൻ താഴെ വീണു. സ്പൈഡർമാൻ്റെ ദേഹത്ത് വേറെ എന്താ ഇലക്ട്രിസിറ്റി കയറി, ചാർജ് കൂടിപ്പോയെന്ന് തോന്നുന്നു. ക്രാവൻ അല്ലല്ല, ലീനെ ക്രാവൻ്റെ ആൾക്കാർ വന്ന് തൂക്കിക്കൊണ്ടുപോയി. പിന്നെ സ്വന്തം അച്ഛനെ പിടിക്കൊണ്ടോന്നൊക്കെയല്ലേ കരയണത്. ഇല്ല കുഴപ്പങ്ങളൊന്നുമില്ല. കൊടു ചെയിൻ ലൈറ്റ്നിങ്, പുതിയ ശക്തി. നൈസ്. വാവ്, ഇവൻ അല്ലെങ്കിലേ ഒടുക്കത്തെ ശക്തിയാണ്, അതിനിടയ്ക്കുള്ളതാണ് ഈ ശക്തി കൂടെ കൊടുത്തിരിക്കുന്നത്. കൊടുക്ക്. നൈസ്. ഇത് കുറച്ച് ബൂസ്റ്റ് ആയി കഴിഞ്ഞാൽ ചെയിൻ ഇലക്ട്രിസിറ്റി അങ്ങനെ എന്താ പുതിയ ശക്തി കിട്ടിയിട്ടുണ്ട്. അവളെ കഴുത്തൊടിഞ്ഞു പോയിക്കാണ് കേട്ടോ. ഇല്ല, ചത്ത് തോടക്കുന്നു. കൊടു. അല്ലെങ്കിൽ മൊറൽസിന് ഒടുക്കത്തെ ശക്തിയാണ്, അതിനിടയിൽ കൂടെയാണ് ഈ ഇലക്ട്രിസിറ്റി. കണ്ട അടിപൊളി സാധനം. ചെയിൻ ലൈറ്റ്നിങ് ഇലക്ട്രിസിറ്റി അടിക്കുമ്പോൾ എല്ലാവരും കൂടെ കറങ്ങി പോകുന്നുണ്ട് അതിനകത്ത്. നൈസ് സാധനം. കൊടു. പാസ് ചെയ്ത് പോകണം. അടിപൊളിയടാ. പവർ ഉണ്ടാ മോറൽസിൻ്റെ. ഇവനെ വെച്ച് കളിക്കാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതിനകത്ത്. ഇവിടെ പോയി കഴിഞ്ഞാൽ ഒരുത്തനെ അവിടെ വലയിട്ട് വെച്ചിട്ടുണ്ട്. അത് ലാസ്റ്റ് അടിച്ചോ, ഒന്നുകൂടെ പിടിച്ചോ. മതിയടാ ചത്രവൻ. ലിയെ രക്ഷിക്കാൻ പോട്ടെ. കമോൺ. ക്രേവൻ്റെ ടെക് എന്ന് പറയുന്നത് അവിടെ നിന്ന് ഇല്ലാത്ത കണക്കത്തെ ഭയങ്കര അഡ്വാൻസ്ഡ് ടെക്കാണ്. കാട്ടുവാസിയാണെന്ന് നമ്മൾ വിചാരിച്ച് കളയരുത്. മിസ്അണ്ടർസ്റ്റാൻഡ് ഹിം. കിട്ടി. അങ്ങനെ ഇങ്ങനൊന്നും പോകാൻ സമ്മതിക്കൂല. കളി നമ്മളോടെ പാടാ. ഇവിടെ നല്ല വലിച്ചിട്ട് നിലത്ത് തീയും കത്തി സംഭവം. അതാ അറ്റത്ത് വീണപ്പോൾ ഒരു കപ്പൽ വരെ പൊങ്ങി താന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത് തോന്നുന്നത്. ഇതൊക്കെയാരും വീട്ടിൽ ഇത്രയും വലിയ പ്രശ്നം നടക്കുമ്പോൾ അവിടെ വെറുതെ നോക്കിക്കൊണ്ടിരിക്കാനായിട്ട് കുറച്ച് കഴിയുമ്പോൾ എല്ലാത്തിൻ്റെ അവിടെയും പ്രശ്നമാവും. ഈ സ്പൈഡർമാൻ പോകണം അങ്ങോട്ട് രക്ഷിക്കാനായിട്ട്. ഞാനങ്ങനെ നടക്കണം ചാവത്തൊന്നും അല്ലാതെ തെറ്റിയാനാണ്. വലിയ വിളിയും കുറച്ച് ചെറിയ വിളിയും വരുന്നുണ്ട്. മോൻ എൻ്റെ ചെറുക്കാൻ വന്നു. ആ നോട്ടം കണ്ട നൈസ്. പ്രസൻസ് ഓഫ് മൈൻഡ് ഒന്ന് നോക്കണം. സ്പൈഡർമാനെ കൊല്ലാം, അത് സ്പൈഡർമാനായിട്ട് ഫൈറ്റ് എടുക്കുക, അത് വേണ്ട. കറക്റ്റ് അവൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റവന്മാർ രണ്ടുപേരെ കൊണ്ടുപോകണം, ലീനെയും സ്കോർപ്പിയോനെയും. അതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് അത് മാത്രം. ഫോക്കസിങ് ഓൺ വാട്ട് മാറ്റേഴ്സ്. ആദ്യം തൊട്ടേ പറയാം വിട്ടിട്ടോ കേൾക്കാൻ പോയി. ഇപ്പോൾ അതാ പ്രശ്നമായല്ലോ. അതിനിടയിൽ മീൻ പിടിക്കാൻ വന്നിട്ടുണ്ട് കുറേ എണ്ണം. പെട്രോൾ അടിക്കാത്ത വണ്ടി കൊണ്ട് കണ്ട ഇതിനെയൊക്കെ രക്ഷിക്കുന്നതിനിടയിൽ അത് വലയിട്ട് തുഴയാനാ പ്ലാൻ. എല്ലാവരും രക്ഷിക്കാൻ വേക്കൻസി. അത് അടിച്ചുപൊളി കേട്ടാ. 10 പോണ്ട ബോട്ട് ഇപ്പോൾ 110 കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നത്. അപ്പോഴേക്കും അവന്മാർ ഇത് കൊണ്ടുപോയി ആൾക്കാരൊക്കെ രക്ഷിക്കാന്ന് കഴിഞ്ഞാൽ രക്ഷയില്ല കേട്ടോ. അവരെയും രക്ഷിച്ച് ഈ സാധനങ്ങളെയും പിടിച്ച് മാറ്റി ഞാനാരാ മോൻ കൂടി സിംഹ ആരുടെ തലക്കൊടിച്ച് കൊല്ലുന്നതൊക്കെ ഞാൻ അതിനടിച്ച് കൊല്ലാൻ പോകും. മീനെ എങ്ങോട്ട് വിടുന്നുണ്ട്. ഇതിനകത്ത് പീറ്ററിന് വലിയ റോളില്ലാന്ന് തോന്നുന്നുണ്ട്. മോറൽസ് തന്നെ ഇതിനകത്ത് തുടങ്ങി വിടുന്നത്. എല്ലാ പണിയും മോറൽസ് ഒറ്റയ്ക്ക് ചെയ്യുന്നത്. പീറ്റർ എവിടെയാണാവോ കായം പിടിച്ചൊക്കെ എവിടെയും കിട്ടുന്നുണ്ടാവും. ക്രേവൻ്റെ ആൾക്കാർ ഇറങ്ങി. ക്രേവൻ മാത്രം കളത്തിൽ ഇറങ്ങിയില്ല. ഈ പൊടിപ്പിള്ളേരൊക്കെ തീർത്തിന് ശേഷം ക്രേവൻ പോലുള്ളൂ തോന്നുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നത് ഇത് മണ്ടന്മാരല്ല, കുറച്ച് പ്രീമിയം ഗുണ്ടകളാണ്. അവന്മാരെ കയ്യിൽ നിന്നൊക്കെ ഒരു അടി കൊണ്ട് കഴിഞ്ഞാൽ അപ്പോഴേ ചത്തു. ഞാനൊരു പ്രൊഫഷണൽ പ്ലെയർ ആയതുകൊണ്ട് ഞാനൊക്കെ സിമ്പിളായിട്ട് ഡീൽ ചെയ്യുന്നു. അതുകൊണ്ട് നിങ്ങളിത് കളിക്കാൻ ഇറങ്ങി. ഈ ചാർജിങ് പവർ സൂപ്പർ. അതൊന്ന് കറക്റ്റ് പഠിക്കണം, ഭയങ്കര അഡ്വാൻറ്റേജ് ആയിരിക്കും. സിനിമാറ്റിക് അല്ല, സിനിമ മാറി അമ്മായിരിക്കും. ആ കണ്ട നീല കളറാണ് ലീയുടെ ശക്തിയായിരിക്കും. അല്ലേ ക്രേവൺ അല്ല ലീ
ലീ റിലീസായി. അതായത് ലീയും പുറത്തുണ്ട്, ഇപ്പോൾ സ്കോർപ്പിയനും പുറത്തുണ്ട്. വിച്ച് മീൻസ് ഫൈറ്റ് ഇവിടെ ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഓഹോ, ആക്ച്വലി മോറൽസിൻ്റെ ഫോക്കസ് മൊത്തം ലീയുടെ മണ്ടയിലാണ്. മണ്ടാലിപ്പോൾ സ്പെഷ്യലായല്ലോ. എന്ത് ചെയ്യാം, പീറ്റർ വന്നു. ചായ കുടിക്കാൻ പോയ പീറ്റർ വന്നിട്ടുണ്ട്. പീറ്റർ വന്നിട്ട് ഇനി പീറ്റർ ഇപ്പോൾ ആൾക്കാർ രക്ഷിക്കും, ഇവനിപ്പോൾ ലീയോ ആയിട്ട് ഫൈറ്റ് വിടുവോ? ആക്ച്വലി നിന്നെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട് ചെക്കന്. ഐശ്വര്യ, അപ്പൊ ലീക്ക് അറിയില്ലേ മോറൽസിന്റെ ആരാ എന്താ സംഭവിച്ച കഥ തന്നെ? ഇത്രയും പേര് നോക്കിയിട്ട് കിട്ടാത്തത് ക്രേവൻ നമ്മൾ കമ്പ്യൂട്ടർ കളിച്ചുണ്ടാക്കി പോവുക ഇല്ല. മോറൽസിന് വിടാൻ ഉദ്ദേശമില്ല. ഇല്ല, സംഭവം ഭയങ്കര വോയിസായി. ഇനിയിപ്പോൾ കിട്ടത്തില്ലടോ. അത്ര ആൾക്കാർ എന്തായാലും ഒറ്റയ്ക്ക് പീറ്ററിന് രക്ഷിക്കാനായിട്ട് പറ്റത്തില്ല. മോറൽസിൻ്റെ ഹെൽപ്പ് കൂടെ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അങ്ങോട്ട് തന്നെ കഥ പോകണം. കുട്ടികളെ പോട്ടെ പോട്ടെ. ഫൈനലി വി ആർ ലെറ്റിംഗ് ഗോ. പിന്നെ എടുക്കാം, കുഴപ്പമില്ല, പോട്ട്. ഇത്രയും പൊട്ടന്മാരുടെ അടുത്ത് ആദ്യമേ കയറി നിൽക്കണമെന്ന് പറഞ്ഞു. കേൾക്കാത്ത കാരണം എന്നിട്ട് ഇതങ്ങ് ആദ്യമേ ചെയ്താൽ പോരായിരുന്ന. ഇത്രയും പവർ വെച്ചിട്ടാണ് വേൾഡിൻ്റെ നൈസ് സാധനം കേട്ടോ. ഈ പ്രശ്നങ്ങളൊക്കെ പരിപാടി തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ക്രൈവനുമായിട്ട് നേരിട്ട് ഇപ്പോൾ തന്നെ ഫൈറ്റ് ആയി കഴിഞ്ഞാൽ ശരിയാകത്തില്ല. മുമ്പ് ലാസ്റ്റ് കട്ടൊക്കെ ആകുമ്പോഴേക്കും പതുക്കെ തൂക്കാൻ ക്രൈവൻ. പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് സമാധാനം ശാന്തിയുമായി. അടിപൊളി ഫൈറ്റ് ആയിരുന്നു. First responders are on site now at least. Police are still fishing, but there's no sign of them. Any luck up river? ക്രൈവന്റെ സൈനൊന്നും ഇല്ലെന്നാ പറയുന്നത്. കുഴപ്പമില്ല, അങ്ങോട്ടുള്ള മിഷൻ എന്തായാലും ക്രൈവൻ നമ്മൾ തപ്പി പോവും. സ്കോർപ്പിയൻ എസ്കേപ്പ് ആയോ ഇല്ലയെന്നാണ് അറിയാത്തത്. സ്കോർപ്പിയനെയും ലീനെയും തന്നെ കൊണ്ടിട്ടുണ്ടാകുന്നത്. ലൈക്ക് ചെയ്യാൻ കമന്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബാക്കി എന്താ സംഭവിക്കുന്നത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം